Hello, hi dear friends. In നമ്മളുടെ 16ാമത്തെ എപ്പിസോഡാണ് കേട്ടോ നമ്മളുടെ ഓർക്കിഡ് ഡെൻഡ്രോബിയം ഓർക്കിഡ് ഗ്രോവിംഗ് സീരീസിൻ്റെ. അപ്പം നമ്മളുടെ ആ കഴിഞ്ഞ തവണ നിന്ന് പൂവൊക്കെ പൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ കണ്ടീഷനൊക്കെ ഇതേ രീതിയിലാണ്. അത്യാവശ്യം ഗ്രോ ആയിട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടെ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ ഇപ്പോൾ ഒരു കളറെന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സെറ്റായിട്ട് വേണം നമുക്ക് കുറച്ചും കൂടെ ലൈറ്റിലോട്ട് മാറ്റാൻ. കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പം ഏത് കെമിക്കൽ ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഇത് നമ്മൾ സാധാരണ കൊടുക്കുന്നതിനേക്കാളും ഹൈ ഗ്രോത്ത് കിട്ടുന്ന ഒരു സഡനായിട്ടുള്ളൊരു ആക്ഷൻ കിട്ടുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അപ്പം ഇതെങ്ങനെ യൂസ് ചെയ്യാം, ഏത് ഫെർട്ടിലൈസറാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാണാം. നിങ്ങളുടെ സ്വന്തം അശ്വിനി സുൽത്താന. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അത് ഇതുപോലുള്ള നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ ഇഷ്ടമാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാനും വീഡിയോ അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് നമുക്ക് ചെയ്യാനുള്ളൊരു പ്രചോദനം. അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഗ്രോ ആയ കണ്ടീഷൻ നിങ്ങൾ കണ്ടല്ലോ പ്ലാന്റ്സിൻ്റെ. അത്യാവശ്യം ഹൈറ്റ് വെച്ച് വരുന്നുണ്ട്. അതുപോലെ കുറച്ച് തൈകളൊക്കെ പുതിയ വന്ന തൈകളും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഗ്രോ ആയിട്ട് കുറച്ച് ബുഷി സ്റ്റേജിലോട്ട് വരുന്നുണ്ട്. ഓർക്കിഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോ ഗ്രോത്ത് ആയിരിക്കും. പക്ഷേ സാധാരണയായിട്ട് വളർത്തുന്നവർക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് വളർത്താൻ വേണ്ടിയിട്ടൊരു സീരീസാണല്ലോ ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ സാധാരണ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ ജൈവവളങ്ങളാണ് കൂടുതലും. ഇടയ്ക്ക് ഞാൻ കുറച്ച് കെമിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തത് നമുക്ക് ജൈവവളങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടം, അപ്പോൾ അത് തന്നെ ചെയ്യണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ജൈവവളങ്ങൾ തന്നെ കാണിച്ചത്. ഇപ്പോൾ പിന്നെ മഴയൊക്കെയാണ്. മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എല്ലാ ജൈവവളങ്ങളും നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് ചെയ്യലപ്പോൾ അതിന് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചെറിയൊരു ചാൻസ് മാത്രമാണ്. നമ്മൾ ഇത്രയും ജൈവവളം കൊടുത്തിട്ട് ഇതുവരെ നമുക്ക് ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എന്തെല്ലാം വളങ്ങളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഒരു ലീഫ് പോലും നമുക്ക് പൊഴിഞ്ഞിട്ടില്ല. അപ്പം പ്ലാന്റ് ഓക്കെ ആണെന്നുള്ളതാണ്. എങ്കിലും നമുക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് കൊടുക്കാൻ പറ്റുന്ന 1-2 കെമിക്കൽ വളങ്ങളോട് കാണിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ വീഡിയോസിലൊക്കെ ഒരുപാട് വളങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ പറയാത്തൊരു വളമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ നൈട്രജൻ്റെ സോഴ്സുള്ള നമ്മുടെ യൂറിയയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ യൂറിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പണ്ട് കൃഷിയിടങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് യൂറിയ. അപ്പോൾ യൂറിയയെ തന്നെ ഇപ്പോൾ ലിക്വിഡ് രൂപത്തിൽ വരുന്നത്. നമുക്ക് ഓർക്കിഡ്സിനൊക്കെ ലിക്വിഡായിട്ടല്ലേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ലിക്വിഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു വളമാണ് ഈ നാനോ യൂറിയ എന്ന് പറയുന്ന ഈ ഒരു ബോട്ടിലാണ് ഇത് വരുന്നത്. ഇത് ഒരു പുതിയ പ്രോഡക്റ്റാണ്. ഇതൊരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഒരു ചാക്ക് യൂറിയ എത്ര ഉണ്ടോ അത്രയും കണ്ടൻറ്റ് ഈ ഒരു ചെറിയ ബോട്ടിലിൽ ഉൾക്കൊള്ളിച്ച് ഒരു നാനോ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു വളമാണിത്. അപ്പോൾ നമ്മളിത് ഓർക്കിഡ്സിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കാണുന്നുണ്ട്. പ്ലാന്റ്സിൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. ഇത് നമുക്കിപ്പോൾ ജൈവവളങ്ങൾ നല്ലൊരു എനർജി ഫീൽ ചെയ്യും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ സഡനായിട്ടൊരു ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പ്ലാന്റ് വളരെ അങ്ങനെ ശോഷിച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ഗ്രോത്ത് കിട്ടാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഈ നാനോ യൂറിയ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാവേ. നമ്മൾ ചെറിയ ബോട്ടിലല്ലേ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 1.5 ml മതിയാവും. നമുക്ക് സാധാരണയായിട്ട് 2 മുതൽ ഒരു 4 ml വരെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 2ൻ്റെ ഉണ്ട് 5ൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കണക്ക് വെച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ 2 ml ആണ് കേട്ടോ എടുക്കാൻ പോകുന്നത് 1/2 ലിറ്ററിലേക്ക്. ഓക്കെ, ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് 1/2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ഇതിലേക്കൊരു 1.5 മുതൽ 2 ml മാത്രം മതിയാവേ. ഇത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു വൈറ്റ് കളറിലുള്ളൊരു ലിക്വിഡാണ്. നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാം. നമ്മൾ നൈട്രജൻ കൂടുതലുള്ള വളമായതുകൊണ്ട് തന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 തവണ നമ്മളിത് കൊടുക്കണം. ഇപ്പോൾ ഈ ആഴ്ച ഇത് കൊടുത്തു, ഒരു 5 ദിവസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഒന്നും കൂടി ഇത് തന്നെ അപ്ലൈ ചെയ്യുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇത് ഫാസ്റ്റായിട്ടൊരു ഗ്രോത്ത് കാണിക്കും കേട്ടോ. 2 തവണയെങ്കിലും കുറഞ്ഞത് അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്, കമ്പനി പറയുന്നത്.
ലീഫിൽ ഫുള്ള് നമുക്ക് സ്പ്രേ ചെയ്യാം, തണ്ടിൽ ചെയ്യാം, റൂട്ടിൽ ഒക്കെ നന്നായിട്ട് ആ വളം പൂർണ്ണമായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ വെച്ചിരിക്കുന്ന കിഴിയിലൊക്കെ നന്നായിട്ട് ആ കിഴിയിലേക്കൂടെ സ്പ്രേ ചെയ്ത് വെച്ചിരുന്നാൽ പതിയെ അതിങ്ങനെ പ്ലാന്റിൽ കിട്ടുകയും ചെയ്യും നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്തെ. ഇത് നമുക്ക് പൂക്കളിൽ വീഴാതെ നമുക്ക് തണ്ടിലും ഇലയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓർക്കിഡിൽ മാത്രമല്ല അല്ലാതെയുള്ള ഇൻഡോർ പ്ലാന്റ്സിൽ ആന്തോറിയത്തിലൊക്കെ നമുക്ക് ഈ യൂറിയ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്ത് കിട്ടും. അതുപോലെ ഒരുപാട് തൈകൾ ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഈ യൂറിയ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കരുത്. വീഡിയോ കാണുന്നവർ പലരും ലൈക്ക് ചെയ്യാറും കമൻറ്റ് ചെയ്യാറും ഒന്നുമില്ല. അപ്പോൾ എല്ലാവരുടെയും കമൻറ്റുകളാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സപ്പോർട്ടെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.